ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു വോൾ ഫ്രെയിം ഉണ്ടാക്കിയാലോ? കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു കാർഡ് ബോർഡിൽ ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കളറ് പെൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. കാർഡ് ബോർഡിൽ കറുത്ത പെയിൻ്റ് അടിക്കുന്നതിന് പകരം കറുത്ത ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് അതിനകത്ത് പെൻസിൽ വെച്ച് ഇതുപോലെ വരച്ച് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് കറുത്ത ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കാർഡ് ബോർഡിൽ ഇതുപോലെ പെയിൻ്റ് അടിച്ചെടുത്തതാണ്. കുട്ടികളെ കൊണ്ട് ഇതൊന്ന് ചെയ്യിച്ച് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേണ്ടത് ജൂട്രോപ്പാണ്. ജൂട്രോപ്പ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ സൈസിലായിട്ട് ഞാനിതുപോലെ ഗം വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓരോ പെറ്റൽസും ഇതുപോലെ തന്നെ ജൂട്രോപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഐഡിയ എനിക്ക് കിട്ടിയത് മോൻ്റെ പഴയ ഒരു ക്രാഫ്റ്റ് വർക്കിൽ നിന്നാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ അവനെ LKGയിലും UKGയിലും ഒക്കെ ചെയ്യിച്ചിരുന്ന ടീച്ചർ ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്യിച്ചായിരുന്നു. അത് പക്ഷേ ഇതുപോലത്തെ ഒരു ഫ്ലവർ അല്ലായിരുന്നു, പക്ഷേ കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു ഈസി ഫ്ലവർ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. പറ്റുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചുമയും ജലദോഷമൊന്നും മാറാത്തതുകൊണ്ട് ഇത്രയും നാളായിട്ടും വോയിസ് ഒന്നും ക്ലിയർ അല്ല. എല്ലാ പെറ്റൽസ് ഇതുപോലെ ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പെറ്റലാണ് കേട്ടോ. എല്ലാ പെറ്റൽസും ഒരേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കത്രിക വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പോർഷനും കൂടി ഒന്ന് ഗ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് സ്റ്റെം ഉണ്ടാക്കി നോക്കാം. സെയിം രീതിയിൽ തന്നെ സ്റ്റെമ്മും ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റെമ്മും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെയ്യുന്നത് ലീഫാണ് കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ലീഫ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ലീഫ് നമ്മുടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലീഫ് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. നമുക്കിനി ഈ ഫ്ലവറിനും അതുപോലെ തന്നെ ലീഫിനും പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ നടുഭാഗം ചെയ്യാനായിട്ട് ഞാനിതുപോലെ യെല്ലോ കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ചാർട്ട് പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്രയോൺ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം കേട്ടോ.
പിങ്ക് പെറ്റൽസ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്ലവർ ഏകദേശം പെയിൻറ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലീഫിനെ പെയിൻറ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ലീഫും അതുപോലെ തന്നെ പെയിൻറ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. വേറെ ഫ്ലവറൊക്കെ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.